ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അതിർത്തിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്ത് തകർന്നു വീഴാറായ ഒരു കൊച്ചു കുടിൽ നിൽപ്പുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ തോന്നും കാലം ആ വീടിനെ എന്നോ ഉപേക്ഷിച്ചതാണെന്ന്. ചുവരുകളിൽ നിന്ന് മണ്ണ് അടർന്നു വീണിരിക്കുന്നു. മേൽക്കൂര പലയിടത്തും തുള വീണ നിലയിലാണ്. മഴക്കാലമായാൽ പുറത്തേക്കാൾ കൂടുതൽ വെള്ളം വീടിനുള്ളിൽ തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കും. ആ ഇരുണ്ടതും ദരിദ്രവുമായ കുടിലിനുള്ളിലായിരുന്നു കസ്തൂരി ദേവി താമസിച്ചിരുന്നത്. ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ വൃദ്ധയുടെ ശരീരം കാലത്തിൻ്റെ ഭാരത്താൽ കുനിഞ്ഞു പോയിരുന്നു. അവരുടെ കണ്ണുകളിൽ കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ആ മുഖത്തെ ചുളിവുകൾ കേവലം പ്രായത്തിൻ്റെ അടയാളങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞുപോയ ദശകങ്ങളുടെ തീക്ഷണമായ വേദനകളുടെ ലിഖിതങ്ങളായിരുന്നു. ഗ്രാമവാസികൾ അവരെ കസ്തൂരി ദേവി എന്ന് വിളിച്ചിരുന്നുവെങ്കിലും ഇന്ന് അവരെ പേരെടുത്ത് വിളിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് വേണ്ടിയാണോ അവർ തൻ്റെ ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ചത്. ആ ഏക മകൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ പെട്ടെന്ന് വീട് വിട്ടുപോയി. പിന്നീട് അവൻ ഒരിക്കൽ പോലും മടങ്ങി വന്നില്ല. കസ്തൂരി ദേവിയുടെ ജീവിതം ഇപ്പോൾ മറ്റുള്ളവരുടെ ദയയിലാണ് മുന്നോട്ടു പോകുന്നത്. ഏതെങ്കിലും അയൽവാസി നൽകുന്ന ഒരു നേരത്തെ ആഹാരമോ ആരെങ്കിലും ഉപേക്ഷിക്കുന്ന പഴയ വസ്ത്രങ്ങളോ ആണ് അവരുടെ ഏക ആശ്രയം. ചിലപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകൾ നൽകുന്ന കുറച്ച് ധാന്യങ്ങൾ കൊണ്ട് അവർ ദിവസങ്ങൾ തള്ളി നീക്കും. എല്ലാ ദിവസവും രാവിലെ അവർ തൻ്റെ കുടിലിന് പുറത്തുള്ള പഴയ കട്ടിലിൽ വന്നിരിക്കും. കൈകളിൽ ഒരു പഴയ ജപമാലയുണ്ടാകും. ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അവരുടെ മങ്ങിയ കണ്ണുകൾ ആ ഗ്രാമത്തിലേക്ക് നീളുന്ന മൺപാതയിലേക്ക് തന്നെ തറഞ്ഞു നിൽക്കും. 10 വർഷം കഴിഞ്ഞിട്ടും ആ അമ്മയുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ട്. തൻ്റെ മകൻ എന്തെങ്കിലും ആ വഴിയിലൂടെ ഓടി വരുമെന്ന്. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. തൻ്റെ മകൻ മടങ്ങി വരുമെന്നും. പക്ഷേ അന്ന് അവൻ വെറും ഒരു മകനായല്ല, മറിച്ച് ആ ജില്ലയുടെ മുഴുവൻ അധികാരമുള്ള കളക്ടറായിട്ടായിരിക്കും വരികയെന്നും ആ പാവം അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 10 വർഷം മുൻപ് കസ്തൂരി ദേവി ഒരു സാധാരണ തൊഴിലാളിയുടെ ഭാര്യയായിരുന്നു. ഭർത്താവ് രാംധൻ ഗ്രാമങ്ങൾ തോറും നടന്ന് ഇഷ്ടിക ചൂളുകളിലും പാടങ്ങളിലും പണിയെടുത്താണ് കുടുംബം പുലർത്തിയിരുന്നത്. ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും ആ ചെറിയ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് രോഗത്തിൻ്റെ രൂപത്തിൽ മരണം രാംധനെ തേടിയെത്തിയത്. ചികിത്സിക്കാൻ പണമില്ലായിരുന്നു. ആശുപത്രികൾ ദൂരെയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാംധൻ ഈ ലോകം വെടിഞ്ഞു. കസ്തൂരി ദേവി വിധവയായി. തൻ്റെ മകൻ മോഹനെ എന്തു വന്നാലും ഒരു തെറ്റായ വഴിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് അന്ന് അവർ ആ ശവചിതയ്ക്ക് മുന്നിൽ വെച്ച് പ്രതിജ്ഞയെടുത്തു. അന്ന് മോഹന് വെറും 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തൻ്റെ അച്ഛൻ്റെ ചിതയിലെ കനലുകൾ മകൻ്റെ ഭാവിയിലേക്കുള്ള വെളിച്ചമായി മാറണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് 10 വർഷങ്ങൾക്ക് ശേഷം അവനെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി ആ കുടിലിൻ്റെ മുന്നിൽ എത്തിക്കുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം കസ്തൂരി ദേവിക്ക് മുന്നിൽ ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി നിന്നു. കൈക്കുഞ്ഞായ മോഹനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ അവർക്കറിയില്ലായിരുന്നു. പക്ഷേ തൻ്റെ മകനെ ഒരു വലിയ നിലയിലെത്തിക്കണമെന്ന ഉറച്ച ലക്ഷ്യം അവരെ മുന്നോട്ട് നയിച്ചു. കസ്തൂരി ദേവി മറ്റുള്ളവരുടെ വീടുകളിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. പാത്രം കഴുകിയും വീട് വൃത്തിയാക്കിയും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർ മകൻ്റെ പഠനകാര്യങ്ങൾ നോക്കി. പലപ്പോഴും രാത്രികളിൽ അവർ പട്ടിണി കിടന്നു. പക്ഷേ മോഹൻ്റെ വയറ് നിറയ്ക്കാൻ അവർ മറന്നില്ല. തനിക്ക് ലഭിക്കുന്ന ആഹാരത്തിൻ്റെ പകുതി അവർ മകനായി മാറ്റിവെച്ചു. മകന് പഠിക്കാൻ പുസ്തകങ്ങൾ വാങ്ങാനും സ്കൂൾ ഫീസ് അടയ്ക്കാനുമായി അവർ കഠിനമായ വെയിലത്ത് ഇഷ്ടിക ചൂളകളിൽ പണിയെടുത്തു. ശരീരമാകെ വേദനിക്കുമ്പോഴും മകൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ അവർ എല്ലാ ദുഃഖങ്ങളും മറന്നു. സമയം കടന്നുപോയി. മോഹൻ വളർന്നു തുടങ്ങി. എന്നാൽ പ്രായം കൂടുന്തോറും മോഹൻ്റെ ഉള്ളിൽ ദരിദ്രത്തോടുള്ള കടുത്ത അമർഷം രൂപപ്പെട്ടു. തൻ്റെ സുഹൃത്തുക്കൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും താൻ മാത്രം പഴയ വസ്ത്രങ്ങളുമായി നടക്കേണ്ടി വരുന്നത് അവനെ വേദനിപ്പിച്ചു. ഈ അമർഷം പലപ്പോഴും തൻ്റെ അമ്മയോടുള്ള ദേഷ്യമായി അവൻ പ്രകടിപ്പിച്ചിരുന്നു. കസ്തൂരി ദേവി മോഹൻ്റെ കാര്യത്തിൽ വളരെ കർക്കശക്കാരിയായിരുന്നു. ഗ്രാമത്തിലെ വഴിതെറ്റിയ യുവാക്കളുടെ കൂടെ അവൻ കൂട്ടുചേരുമോ എന്ന് അവർ ഭയപ്പെട്ടു. അവൻ എപ്പോഴും പഠിക്കണമെന്നും കൃത്യസമയത്ത് വീട്ടിലെത്തണമെന്നും അവർ നിർബന്ധിച്ചു. അവൻ വൈകി വന്നാൽ അവർ അവനെ വഴക്കി പറയുകയും ചിലപ്പോൾ അടിക്കുകയും ചെയ്യുമായിരുന്നു. ഓരോ തവണ മകനെ അടിക്കുമ്പോഴും ആ അമ്മയുടെ ഹൃദയം ഉള്ളിൽ നീറുകയായിരുന്നു.
ഇന്ന് താൻ കടുപ്പത്തിൽ പെരുമാറിയില്ലെങ്കിൽ നാളെ തൻ്റെ മകൻ ജീവിതം നശിച്ചു പോകുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ആ പ്രായത്തിൽ മോഹന് അമ്മയുടെ ഈ കരുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ അമ്മയെ ഒരു ശത്രുവിനെ പോലെ കാണാൻ തുടങ്ങി. ദാരിദ്ര്യത്തോടൊപ്പം മോഹൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്ന ആ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. സ്കൂളിലെ കുട്ടികൾ അവനെ പരിഹസിക്കുമ്പോൾ അവൻ വീട്ടിൽ വന്ന് അമ്മയോട് തട്ടിക്കയറുമായിരുന്നു. എന്തിനാണ് എന്നെ ഇത്ര ദരിദ്രനായി വളർത്തുന്നത് എന്ന അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ കസ്തൂരി ദേവി നിശബ്ദയായി നിൽക്കും. അവരുടെ കണ്ണുനീർ അവൻ കണ്ടില്ല. പകരം അമ്മയുടെ കർക്കശമായ നിയന്ത്രണങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് അവൻ ആഗ്രഹിച്ചത്. ഈ കാലഘട്ടത്തിലാണ് മോഹൻ തൻ്റെ ഗ്രാമത്തിലെ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങിയത്. പഠനത്തിൽ ശ്രദ്ധ കുറയുകയും രാത്രി വൈകി വീട്ടിലെത്തുന്നത് പതിവാകുകയും ചെയ്തു. കസ്തൂരി ദേവി അവനെ തിരുത്താൻ പരമാവധി ശ്രമിച്ചു. അവർ അവനെ ഉപദേശിച്ചു, സ്നേഹിച്ചു, ഒടുവിൽ ഭീഷണിപ്പെടുത്തി. പക്ഷേ മോഹൻ്റെ മനസ്സ് മാറാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ അമ്മയുടെ കഠിനാധ്വാനം കാണാൻ കഴിയാത്ത വിധം അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഈ പിരിമുറുക്കമാണ് ഒടുവിൽ ആ വലിയൊരു വഴിത്തിരിവിലേക്ക്, അതായത് അവൻ വീട് വിട്ടുപോകുന്ന ആ രാത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വിധി നിശ്ചയിച്ച ആ രാത്രി മോഹൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. മോഹന് അന്ന് 16 വയസ്സ് തികഞ്ഞതേയുള്ളൂ. കൗമാരത്തിൻ്റെ ചോരത്തിളപ്പും ദരിദ്രത്തോടുള്ള വെറുപ്പും അവനെ ആകെ മാറ്റിയിരുന്നു. അന്ന് രാത്രി വളരെ വൈകിയാണ് അവൻ വീട്ടിലെത്തിയത്. അവൻ്റെ നടപ്പിലും ഭാവത്തിലും ഒരു പതർച്ചയുണ്ടായിരുന്നു. വസ്ത്രങ്ങളിൽ നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വരുന്നുണ്ടായിരുന്നു. കണ്ണുകൾ കോപം കൊണ്ടോ ലഹരി കൊണ്ടോ ചുവന്നു തുടുത്തിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് ഉറക്കമിളിച്ച് കാത്തിരുന്ന കസ്തൂരി ദേവി ഈ കാഴ്ച കണ്ട് തകർന്നുപോയി. തൻ്റെ ജീവിതം മുഴുവൻ ഓമനിച്ചു വളർത്തിയ മകൻ താൻ ഏറ്റവും ഭയപ്പെട്ട അതേ പാതയിൽ എത്തിച്ചേർന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ നിമിഷം കസ്തൂരി ദേവിയുടെ സങ്കടം കടുത്ത ദേഷ്യമായി മാറി. വർഷങ്ങളായി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും അപമാനങ്ങളും അവരുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട അവർ ആദ്യമായി മോഹൻ്റെ കരണത്തടിച്ചു. ആഞ്ഞടിച്ച ആ കൈകൾ പിന്നീട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? ഇതിനു വേണ്ടിയാണോ ഞാൻ മറ്റുള്ളവരുടെ ഏച്ചിൽ പാത്രങ്ങൾ കഴുകിയത് എന്ന് അവർ അലറി. ദേഷ്യത്തിൻ്റെ മൂർധന്യത്തിൽ അവർ ആ വാക്കുകൾ പറഞ്ഞുപോയി. നീ എൻ്റെ മകനായി ജനിക്കാൻ അർഹനല്ല. നീ എനിക്ക് മരണതുല്യനാണ്. ആ വാക്കുകൾ മോഹൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചു. ലഹരിയുടെ മയക്കത്തിനിടയിലും ആ വാക്കുകൾ അവനെ ഉണർത്തി. അവനൊന്നും മിണ്ടിയില്ല. നിശബ്ദനായി കുടിലിനുള്ളിലേക്ക് കയറിപ്പോയി. കസ്തൂരി ദേവി കരഞ്ഞു തളർന്നു ഉമ്മറത്ത് തന്നെ ഇരുന്നു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ മോഹൻ ഉറങ്ങിയില്ല. അമ്മയുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താൻ ഈ വീട്ടിൽ ഒരു ഭാരമാണെന്നും അമ്മയ്ക്ക് തന്നെ വേണമെന്നില്ലെന്നും അവൻ ഉറപ്പിച്ചു. അവൻ തൻ്റെ കീറിപ്പറിഞ്ഞ കുറച്ച് വസ്ത്രങ്ങൾ ഒരു പഴയ തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞു. പതുക്കെ വാതിൽ തുറന്ന് ആ ഇരുളിലേക്ക് അവൻ ഇറങ്ങി. പിന്നിലേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ അവൻ ആ ഗ്രാമത്തിൻ്റെ അതിരുകൾ താണ്ടി. പുലർച്ചെ കസ്തൂരി ദേവി ഉണർന്നപ്പോൾ മോഹൻ വീട്ടിലുണ്ടായിരുന്നില്ല. അവൻ പതിവ് പോലെ വയലിലോ മറ്റോ പോയതാകുമെന്ന് അവർ ആദ്യം കരുതി. പക്ഷേ സമയം കടന്നുപോയി. ഉച്ചയായി. വൈകുന്നേരമായിട്ടും അവൻ മടങ്ങി വന്നില്ല. പരിഭ്രാന്തയിലായ ആ അമ്മ ഗ്രാമം മുഴുവൻ ഓടി നടന്നു. ഓരോ സുഹൃത്തിൻ്റെ വീടുകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും അവർ അവനെ തിരഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ദിവസങ്ങളും ആഴ്ചകളുമായി, ആഴ്ചകൾ മാസങ്ങളുമായി മാറി. കസ്തൂരി ദേവി ഒരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു. ഓരോ തവണ വാതിലിൽ ഒരു തട്ട് കേൾക്കുമ്പോഴും തൻ്റെ മകൻ വന്നുവെന്ന് കരുതി അവർ ഓടി ചെല്ലുമായിരുന്നു. എന്നാൽ ഓരോ തവണയും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു തുടങ്ങി മോഹൻ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന്. എന്നാൽ കസ്തൂരി ദേവിയുടെ ഉള്ളിലെ അമ്മ മനസ്സ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തൻ്റെ മകൻ എവിടെയായാലും സുഖമായി ഇരിക്കണമെന്നും എന്നെങ്കിലും ഒരിക്കൽ അവൻ മടങ്ങി വരുമെന്നും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ കുടിലിലെ ഓരോ തുള്ളി ചോർച്ചയും ഓരോ വിശപ്പും അവൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ സഹിച്ചത്. ഗ്രാമത്തിൻ്റെ അതിരുകൾ കടന്ന് മോഹൻ ചെന്നെത്തിയത് തിരക്ക് പിടിച്ച ഒരു വലിയ നഗരത്തിലായിരുന്നു. കയ്യിൽ പണമില്ല, തല ചായ്ക്കാൻ ഇടമില്ല, വിശപ്പടക്കാൻ ആഹാരമില്ല. അന്ന് രാത്രി ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലെ തണുത്ത തറയിൽ കിടക്കുമ്പോഴാണ് അവൻ ആദ്യമായി അമ്മയെക്കുറിച്ച് ഓർത്തത്. അമ്മ നൽകിയിരുന്ന ആ പഴയ പരുക്കൻ പുതപ്പിൻ്റെ ചൂട് അവൻ അന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ തിരിച്ചു പോകാൻ അവൻ്റെ അഭിമാനം അനുവദിച്ചില്ല.
തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ നീ എനിക്ക് മരണതുല്യനാണ് എന്നത് അവൻ്റെ ഉള്ളിൽ ഒരു വാശിയായി ജ്വലിച്ചുകൊണ്ടിരുന്നു. താൻ ആരെന്ന് തെളിയിക്കണമെന്ന ഏക ലക്ഷ്യം അവനെ ആ നഗരത്തിൽ പിടിച്ചു നിർത്തി. അതിജീവനത്തിൻ്റെ ആദ്യ നാളുകളിൽ മോഹൻ ഒരു ചെറിയ റോഡരികിലെ ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിക്ക് ചേർന്നു. പകൽ മുഴുവൻ കഠിനമായി പണിയെടുത്തു. ഉപഭോക്താക്കൾ ബാക്കി വയ്ക്കുന്ന ഭക്ഷണമായിരുന്നു പലപ്പോഴും അവൻ്റെ വിശപ്പ് അടക്കിയിരുന്നത്. രാത്രിയിൽ ഹോട്ടലിൽ ഒരു മൂലയിൽ സിമൻ്റ് ചാക്കുകൾ വിരിച്ച് അവൻ കിടന്നുറങ്ങി. എന്നാൽ ആ കഷ്ടപ്പാടുകൾക്കിടയിലും അവൻ പഠിക്കാനും ആഗ്രഹം കൈവിട്ടില്ല. ഹോട്ടലിൽ വരുന്നവർ ഉപേക്ഷിച്ചു പോകുന്ന പത്രങ്ങൾ അവൻ ആർത്തിയോടെ വായിച്ചു. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് അവൻ മനസ്സിലാക്കി. ഹോട്ടൽ ഉടമയായ ഒരു വൃദ്ധൻ മോഹൻ്റെ ഈ താല്പര്യം ശ്രദ്ധിച്ചു. അവനൊരു സാധാരണ പയ്യനല്ലെന്നും അവൻ്റെ കണ്ണുകളിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവനെ അടുത്തുള്ള ഒരു നൈറ്റ് സ്കൂളിൽ ചേർത്തു. പകൽ മുഴുവൻ ഹോട്ടലിലെ പുകയും കരിയും പുരണ്ട് ജോലി ചെയ്യും. രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൻ പുസ്തകങ്ങളിലേക്ക് ഊളിയിട്ടു. ഉറക്കമില്ലാത്ത രാത്രികൾ അവനെ തളർത്തിയില്ല. ഓരോ പരീക്ഷയിലും അവൻ ഒന്നാമനായി വിജയിച്ചു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ മോഹൻ സ്കൂൾ പഠനവും പിന്നീട് കോളേജ് പഠനവും പൂർത്തിയാക്കി. പാർട്ട് ടൈം ജോലികൾ ചെയ്താണ് അവൻ തൻ്റെ ഫീസ് കണ്ടെത്തിയിരുന്നത്. അവൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിവിൽ സർവീസ്. തൻ്റെ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും സിസ്റ്റത്തിൻ്റെ പരാജയങ്ങളും അവൻ നേരിട്ട് കണ്ടതാണ്. ഒരു വലിയ ഉദ്യോഗസ്ഥനായാൽ മാത്രമേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ മോഹൻ IAS പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കി. 10 വർഷത്തെ അലച്ചിലിനും കഷ്ടപ്പാടിനും ഒടുവിൽ മോഹൻ ആ ജില്ലയുടെ DM അഥവാ കളക്ടറായി നിയമിതനായി. ആഡംബരപൂർണമായ ഓഫീസും കസേരയും അധികാരവും ലഭിച്ചെങ്കിലും മോഹൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ഒടുവിൽ ഒരു ദിവസം തൻ്റെ മേശപ്പുറത്ത് വന്ന ഒരു ഫയൽ അവൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ചു. ഗ്രാമങ്ങളിലെ പാവപ്പെട്ട വൃദ്ധജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. അതിലൊരു പേര് മോഹൻ്റെ കണ്ണുകളിൽ തുറച്ചു നിന്നു, കസ്തൂരി ദേവി. ആ പേരിനൊപ്പം നൽകിയിരുന്നത് വിലാസം തൻ്റെ പഴയ കുടിലിൻ്റേതായിരുന്നു. 10 വർഷമായി മനസ്സിൻ്റെ ഒരു കോണിൽ പൂഴ്ത്തി വെച്ചിരുന്ന ആ അമ്മയുടെ മുഖം അന്ന് അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. താൻ നേടിയ ഈ വിജയങ്ങൾക്കെല്ലാം എന്തർത്ഥമാണുള്ളതെന്ന് അവൻ സ്വയം ചോദിച്ചു. തൻ്റെ അമ്മ ഇപ്പോഴും ആ തകർന്ന കുടിലിൽ വിശപ്പടക്കാൻ കഷ്ടപ്പെടുകയാണെന്ന സത്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഫയലിലെ ആ പേര് കണ്ട നിമിഷം മോഹൻ്റെ കയ്യിലിരുന്ന പേന നിലത്ത് വീണു. കസ്തൂരി ദേവി വെറും ഒരു പേരല്ല, അത് അവൻ്റെ അസ്തിത്വത്തിൻ്റെ വേരുകളായിരുന്നു. ആഡംബരപൂർണമായ എയർ കണ്ടീഷണർ ചെയ്ത ഓഫീസിൽ ഇരുന്നിട്ടും മോഹൻ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. 10 വർഷം മുൻപ് താൻ ഉപേക്ഷിച്ചു പോന്ന ആ അമ്മ ഇന്ന് സർക്കാർ രേഖകളിൽ സഹായം ആവശ്യമുള്ള അനാഥയായ വൃദ്ധ എന്ന ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ജില്ലാ കളക്ടറായ മോഹൻ സിംഗിൻ്റെ കസേരയിൽ ഇരുന്നിട്ടും അവൻ്റെ ഉള്ളിൽ ആ പഴയ 16കാരനായ ബാലൻ തേങ്ങിക്കരയുന്നുണ്ടായിരുന്നു. മുറിയിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ പെട്ടെന്ന് DM സാഹിബിന് എന്തു പറ്റിയെന്ന് മനസ്സിലാകാതെ അമ്പരന്നു നിന്നു. മോഹൻ പതുക്കെ ഫയൽ അടച്ചു. വളരെ പ്രയാസപ്പെട്ട് തൻ്റെ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഈ വൃദ്ധയെക്കുറിച്ച് കൂടുതൽ എന്തറിയാം? അസിസ്റ്റൻ്റ് ഓഫീസിൽ മറുപടി നൽകി, സാർ, അവർ ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ഒരു തകർന്ന കുടിലിലാണ് കഴിയുന്നത്. പഞ്ചായത്തിൽ നിന്ന് സഹായത്തിന് ശുപാർശ ഉണ്ടായെങ്കിലും രേഖകളിലെ നൂലാമാലകൾ കാരണം ഒന്നും നടന്നില്ല. നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവർ പല ദിവസങ്ങളിലും പട്ടിണിയിലാണ്. ഇത് കേട്ടപ്പോൾ മോഹൻ്റെ ഹൃദയത്തിൽ 1000 സൂചികൾ തറയ്ക്കുന്നത് പോലെ തോന്നി. താൻ ജില്ലാ ഭരണാധികാരി ആയിരിക്കുമ്പോഴും തൻ്റെ അമ്മ ഒരു നേരം ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നു എന്നത് അവനെ വല്ലാതെ കുറ്റബോധത്തിലാഴ്ത്തി. അന്ന് വൈകുന്നേരം തൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിയ മോഹന് ആ വലിയ വീട് തന്നെ വിഴുങ്ങുന്നത് പോലെ അവന് തോന്നി. സുഖസൗകര്യങ്ങൾ അവനെ പരിഹസിക്കുന്നതായി തോന്നി. മുന്നിലിരിക്കുന്ന ആഹാരത്തിൻ്റെ ഓരോ ഉരുളയും തൊണ്ടയിൽ കുടുങ്ങി. അമ്മ അവിടെ പട്ടിണി കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഈ ആഹാരം കഴിക്കാൻ തോന്നും? അവൻ സ്വയം ചോദിച്ചു. അന്ന് രാത്രി മോഹന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കത്തിൽ അവൻ കണ്ടത് അമ്മ ആ കുടിലിന് മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ പേര് ചൊല്ലി വിളിക്കുന്നതാണ്. താൻ എത്ര ശ്രമിച്ചിട്ടും അമ്മയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ആ ഞെട്ടലിൽ അവൻ എഴുന്നേറ്റു. അപ്പോഴാണ് അവൻ തീരുമാനമെടുത്തത്, താൻ ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകും. പക്ഷേ ഒരു കളക്ടറായല്ല, മറിച്ച് മാപ്പ് അപേക്ഷിക്കാനുള്ള ഒരു മകനായി.
പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ഉടൻ അവൻ തൻ്റെ PAയെ വിളിച്ചു. ഇന്ന് എനിക്ക് മീറ്റിങ്ങുകൾ ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് പോകണം. അതൊരു സ്വകാര്യ സന്ദർശനമാണ്. ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ അവൻ തൻ്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി. സാധാരണ വസ്ത്രം ധരിച്ച് മുഖം തിരിച്ചറിയാതിരിക്കാൻ ഒരു തൊപ്പിയും വെച്ച് അവൻ യാത്ര തിരിച്ചു. ഡ്രൈവർക്ക് കർശനമായ നിർദ്ദേശം നൽകി. ആരോടും താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുത്. യാത്രയിലുടനീളം തൻ്റെ പഴയ ഓർമ്മകൾ അവനെ പിന്തുടർന്നു. 10 വർഷം മുൻപ് ഇറങ്ങിയോടിയ അതേ പാതകൾ. ഓരോ വളവിലും അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു. ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഈ 10 വർഷങ്ങൾക്കിടയിൽ അവൻ എത്ര വലിയ ക്രിമിനലുകളെ ജയിലിൽ അടച്ചിരിക്കുന്നു, എത്ര നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. പക്ഷേ ഇന്ന് തൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവൻ വല്ലാതെ ഭയപ്പെട്ടു. അമ്മ എന്നോട് ക്ഷമിക്കുമോ? എന്നെ തിരിച്ചറിയുമോ? ഈ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വാഹനം നിർത്തിയിട്ട് മോഹൻ കാൽനടയായി മുന്നോട്ട് നടന്നു. നഗ്നപാതയായി താൻ ഓടി നടന്ന ആ മൺപാതകൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ ഗ്രാമത്തിലെ ഓരോ മരവും കുളവും അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. 10 വർഷത്തെ അധികാരവും പ്രശസ്തിയും ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ഒന്നുമല്ലാതായി മാറി. ദൂരെയുള്ള ആ പഴയ കുടിൽ കണ്ടപ്പോൾ മോഹൻ്റെ കാലുകൾ അറിയാതെ നിലച്ചുപോയി. 10 വർഷം മുമ്പത്തേക്കാൾ കഷ്ടമായിരുന്നു ആ വീടിൻ്റെ അവസ്ഥ. ചുവരുകൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീഴാറായിരുന്നു. മുറ്റത്ത് വച്ചിരുന്ന ആ പഴയ കട്ടിൽ ജീർണിച്ചിരിക്കുന്നു. മോഹൻ്റെ തൊണ്ട വറ്റി. അവൻ പതുക്കെ കുടിലിന് അടുത്തേക്ക് നീങ്ങി. ഉള്ളിൽ നിന്ന് വളരെ നേർത്തൊരു ശബ്ദം കേട്ടു. ആരോ ശ്വാസം വിടാൻ പോലും പ്രയാസപ്പെടുന്നത് പോലെ. അവൻ പതുക്കെ വാതിൽക്കൽ നിന്നു. അകത്തെ കാഴ്ച അവൻ്റെ കരളലിയിക്കുന്നതായിരുന്നു. ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് കസ്തൂരി ദേവി തറയിലെ ഒരു ചെറിയ മൺചൂളയിൽ എന്തോ പാകം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. വെളിച്ചം കുറവായതുകൊണ്ട് അവർക്ക് പാത്രങ്ങൾ കാണാൻ പോലും പ്രയാസമായിരുന്നു. അവരുടെ ശരീരം വല്ലാതെ മെലിഞ്ഞുണങ്ങിയിരുന്നു. നരച്ചു വെളുത്ത തലമുടിയും കുഴിഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ മോഹൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരാധാരായി ഒഴുകി. ആ നിമിഷം അവൻ ആ ജില്ലയുടെ കളക്ടറല്ല, മറിച്ച് തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ഒരു മകൻ മാത്രമായിരുന്നു. അമ്മേ എന്ന് വിളിക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൻ പതുക്കെ അകത്തേക്ക് കയറി. അപരിചിതമായ ഒരു നിഴൽ കണ്ടപ്പോൾ കസ്തൂരി ദേവി പതുക്കെ തലയുയർത്തി നോക്കി. കാഴ്ച മങ്ങിയതുകൊണ്ട് അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആരാണ്? എന്താണ് വേണ്ടത്? അവർ വളരെ തളർന്ന സ്വരത്തിൽ ചോദിച്ചു. മോഹൻ തൻ്റെ വിറയ്ക്കുന്ന ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? അമ്മേ എന്ന വിളി കേട്ടപ്പോൾ കസ്തൂരി ദേവിയുടെ ഉള്ളിൽ എന്തോ ഒരു കൊള്ളിയാൻ മിന്നി. അവരുടെ വിറയ്ക്കുന്ന കൈകൾ അടുത്തുള്ള ഒരു പഴയ ലോഹപാത്രത്തിലേക്ക് നീണ്ടു. അവർ വിറയ്ക്കുന്ന കൈകളോടെ വെള്ളം നിറച്ച് അവന് നൽകി. മോഹൻ ആ പാത്രം വാങ്ങിയെങ്കിലും വെള്ളം കുടിച്ചില്ല. അവൻ ആ പാത്രം മുറുകെ പിടിച്ച് അവരുടെ മുന്നിൽ തറയിലിരുന്നു. 10 വർഷത്തെ മൗനവും സങ്കടവും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. അവൻ ആ അമ്മയുടെ കാൽക്കൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ, ഞാൻ വന്നു, നിങ്ങളുടെ മോഹൻ വന്നു എന്ന് അവൻ നിലവിളിച്ചു. പക്ഷേ കസ്തൂരി ദേവിക്ക് അത് വിശ്വസിക്കാനായില്ല. വാർദ്ധക്യവും തളർച്ചയും അവരുടെ ഓർമ്മകളെ പോലും അവ്യക്തമാക്കിയിരുന്നു. അവർ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ ആ യുവാവിൻ്റെ തലയിൽ വെച്ചു. മോഹനോ? എൻ്റെ മകൻ. അവൻ എന്നോ പോയതാണ്. നീ ഏതാ മകനെ? എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് അവർ ചോദിച്ചു. ആ ചോദ്യം മോഹൻ്റെ ഹൃദയം കീറിമുറിച്ചു. തൻ്റെ അമ്മ തന്നെ തിരിച്ചറിയാത്ത വിധം താൻ അവരെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന സത്യം അവനെ കൂടുതൽ തളർത്തി. അവൻ തൻ്റെ തൊപ്പി മാറ്റുകയും അമ്മയുടെ കൈകൾ പിടിച്ച് തൻ്റെ മുഖത്ത് വയ്ക്കുകയും ചെയ്തു. അമ്മേ, ഇത് ഞാൻ തന്നെയാണ്, ആ പഴയ മോഹൻ. എന്നോട് ക്ഷമിക്കുമോ അമ്മേ? അവൻ അവരുടെ മടിയിൽ കിടന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു. മോഹൻ തൻ്റെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ കസ്തൂരി ദേവിയുടെ ഉള്ളിൽ കാലം മരവിപ്പിച്ചു കളഞ്ഞ ആ പഴയ മാതൃത്വം ഉണരാൻ തുടങ്ങി. അവർ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ്റെ മുഖം തപ്പി നോക്കി. ആ വിരലുകൾ അവൻ്റെ നെറ്റിയിലും കണ്ണുകളിലും കവിളുകളിലും സ്പർശിച്ചു. പെട്ടെന്ന് 10 വർഷം മുമ്പ് തൻ്റെ കുടിൽ നിന്ന് ഓടിപ്പോയ ആ ബാലൻ്റെ അതേ മുഖഛായ അവർ തിരിച്ചറിഞ്ഞു. മോഹൻ, എൻ്റെ മോഹൻ, അവർ അതിശയത്തോടെ ചോദിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവൻ്റെ തലയിൽ വീണു.
തൻ്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് ഗ്രാമവാസികൾ പറഞ്ഞപ്പോഴൊക്കെ ആ അമ്മയുടെ ഉള്ളിലെ ഒരു കനൽ കേടാതെ നിന്നിരുന്നു. ഇന്ന് ആ കനൽ ഒരു വലിയ പ്രകാശമായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. കസ്തൂരിദേവി അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. "നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നിനക്ക് എന്നെ ഓർമ്മ വന്നില്ലേ?" എന്ന് ചോദിക്കുമ്പോൾ ആ ശബ്ദത്തിൽ പരാതികളിലേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു നിറഞ്ഞത്. മോഹൻ ഒന്നും മിണ്ടാനാവാതെ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ തകർന്ന കുടിലിനുള്ളിൽ 10 വർഷത്തെ വിരഹത്തിൻ്റെ വേദന അലിഞ്ഞില്ലാതായി. മോഹൻ അവരെ പതുക്കെ ആ പഴയ കട്ടിലിൽ ഇരുത്തി. അവൻ അവരുടെ കാൽക്കൽ താഴെയിരുന്നു. "അമ്മേ, ഞാൻ പോയത് ഒരു വലിയ തെറ്റായിരുന്നു. ആ രാത്രി അമ്മ പറഞ്ഞ വാക്ക് കേട്ട് എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി. പക്ഷേ നഗരത്തിലെത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അമ്മയുടെ ഓരോ അടിയും വഴക്കും എന്നെ മനുഷ്യനാക്കാനായിരുന്നു എന്ന്." മോഹൻ തൻ്റെ ജീവിതകഥ ചുരുക്കത്തിൽ വിവരിച്ചു. താൻ എങ്ങനെ പഠിച്ചുവെന്നും എങ്ങനെയാണ് ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായതെന്നും അവൻ അമ്മയോട് പറഞ്ഞു. കളക്ടറോ? കസ്തൂരിദേവി ആ വാക്ക് കേട്ട് അമ്പരന്നു. അവർക്ക് ആ പദവിയുടെ വലിപ്പം പൂർണ്ണമായി അറിയില്ലെങ്കിലും തൻ്റെ മകൻ നാട്ടിലെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ മനുഷ്യനായി മാറിയെന്ന് അവർ മനസ്സിലാക്കി. പക്ഷെ അവർ പതുക്കെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "നീ വലിയ ആളായിരിക്കാം മോഹൻ, പക്ഷേ എനിക്ക് നീ പഴയ ആ കുസൃതിക്കാരൻ മകൻ തന്നെയാണ്. നിന്റെ ഈ വസ്ത്രങ്ങളും ഈ പദവിയും എനിക്ക് വിഷയമല്ല. നീ ജീവനോടെ എൻ്റെ മുന്നിൽ വന്നല്ലോ, അത് മതി എനിക്ക്." ഈ സമയം കുടിലിന് പുറത്ത് ചെറിയൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ കണ്ട ആ വലിയ കാറും അപരിചിതനായ ആ ആൾ കസ്തൂരി ദേവിയുടെ വീട്ടിലേക്ക് പോയതും ഗ്രാമവാസികളിൽ കൗതുകമുണ്ടാക്കിയിരുന്നു. ചിലർ ജനലിലൂടെയും വാതിലിലൂടെയും അകത്തേക്ക് എത്തി നോക്കി. 10 വർഷം മുൻപ് നാട് വിട്ടുപോയ ആ ചീത്ത പയ്യൻ മോഹൻ തിരിച്ചു വന്നുവെന്നും അവൻ ഇപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥനാണെന്നുമുള്ള വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പടർന്നു. ഗ്രാമത്തലവനും ഏതാനും മുതിർന്നവരും അവിടേക്ക് ഓടിയെത്തി. കസ്തൂരിദേവിയുടെ കുടിലിൽ നിന്ന് സങ്കടത്തിൻ്റെയല്ല, മറിച്ച് അത്ഭുതത്തിൻ്റെ പ്രകാശമാണ് പരന്നിരുന്നത്. തൻ്റെ മകൻ തിരിച്ചു വന്നുവെന്ന സത്യം ആ അമ്മയെ ശരിക്കും പുനർജീവിപ്പിച്ചു. കുടിലിന് പുറത്ത് ഗ്രാമവാസികളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തലവൻ വിനയപൂർവ്വം അകത്തേക്ക് വന്ന് മോഹനെ നോക്കി. തങ്ങൾ ഇത്രയും കാലം അവഗണിച്ചിരുന്ന ആ വൃദ്ധയുടെ മകൻ ജില്ലയുടെ പരമാധികാരിയായ കളക്ടറാണെന്ന സത്യം അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. മോഹൻ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ ചുവന്നിരുന്നുവെങ്കിലും ഭാവത്തിൽ ഒരു കളക്ടറുടെ ഗൗരവം തിരിച്ചു വന്നു. അവൻ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഗ്രാമവാസികളെയും അഭിസംബോധന ചെയ്തു. "ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു കളക്ടറായല്ല, മറിച്ച് ഈ മണ്ണിൽ ജനിച്ച ഒരു മകനായിട്ടാണ്," മോഹൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. "പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥയും എൻ്റെ അമ്മയുടെ ഈ കുടിലിലും ഭരണ സംവിധാനത്തിൻ്റെ വലിയൊരു പരാജയമാണ് വിളിച്ചോതുന്നത്. ഒരു അമ്മ പട്ടിണി കിടക്കുമ്പോൾ ഫയലുകളിലെ സാങ്കേതികത്വം പറഞ്ഞ് കൈമലർത്തുന്ന ഉദ്യോഗസ്ഥർ എൻ്റെ ജില്ലയിൽ ഉണ്ടാകാൻ പാടില്ല." ഉടൻ തന്നെ മോഹൻ തൻ്റെ ഫോൺ എടുത്ത് BDO, തഹസിൽദാർ, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ അവിടേക്ക് വിളിച്ചു വരുത്തി. 1 മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഗ്രാമത്തിലേക്ക് കുതിച്ചെത്തി. ജില്ലാ കളക്ടർ നേരിട്ടൊരു കുടിലിൽ ക്യാമ്പ് ചെയ്യുന്നു എന്ന വാർത്ത ഭരണകൂടത്തെ നടുക്കിയിരുന്നു. ഗ്രാമത്തിലെ പൊതുകിണറിന് സമീപം ഒരു ചെറിയ ജനസമ്പർക്ക പരിപാടി മോഹൻ അപ്പോൾ തന്നെ ആരംഭിച്ചു. ഓരോ ഗ്രാമവാസിക്കും പറയാനുള്ളത് അവൻ നേരിട്ട് കേട്ടു. കസ്തൂരി ദേവിയെ പോലെ പെൻഷൻ ലഭിക്കാത്ത 10ഓളം വൃദ്ധമാരെ അപ്പോൾ തന്നെ കണ്ടെത്തി. അവരുടെ രേഖകൾ അടിയന്തരമായി ശരിയാക്കാൻ അവൻ ഉത്തരവിട്ടു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന റേഷൻ കാർഡുകൾ, വീടില്ലാത്തവർക്കുള്ള ഭവന പദ്ധതികൾ എന്നിവയെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ചലിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ പ്രമാണിമാർ കൈവശപ്പെടുത്തിയിരുന്ന ചില പുറമ്പോക്ക് ഭൂമി പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വിട്ടുകൊടുക്കണമെന്ന് അവൻ കർശന നിർദ്ദേശം നൽകി. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ ഗ്രാമത്തിലെ അർഹരായ എല്ലാ വൃദ്ധർക്കും പെൻഷൻ ലഭിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു ഫയൽ തടഞ്ഞു വെച്ചതായി കണ്ടാൽ ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഉണ്ടാവില്ല. മോഹന്റെ ഈ വാക്കുകൾ ഉദ്യോഗസ്ഥരെ വിറപ്പിച്ചു. ഗ്രാമവാസികളാകട്ടെ ഇത് അത്ഭുതത്തോടെ നോക്കി നിന്നു. ഫയലുകളിലില്ല, മറിച്ച് മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കി തീരുമാനമെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവർ ആദ്യമായി കാണുകയായിരുന്നു. അന്ന് രാത്രിയും മോഹൻ അമ്മയുടെ കൂടെ ആ കുടിലിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. ഗ്രാമവാസികൾ സ്നേഹത്തോടെ കൊണ്ടുവന്ന ഭക്ഷണം അവൻ അമ്മയുടെ കൂടെ പങ്കിട്ടു. കസ്തൂരി ദേവി മകനെ തൻ്റെ കൈകൾ കൊണ്ട് ഊട്ടി. 10 വർഷത്തിനു ശേഷം ആ കൈകളിൽ നിന്ന് ഒരു ഉരുള ആഹാരം കഴിച്ചപ്പോൾ മോഹൻ അനുഭവിച്ച സംതൃപ്തി ഒരു കളക്ടറുടെ കസേരയ്ക്കും നൽകാൻ കഴിയാത്തതായിരുന്നു. തൻ്റെ അധികാരം കൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കണ്ണുനീർ തുടയ്ക്കാൻ തനിക്ക് കഴിയുമെന്ന വലിയ തിരിച്ചറിവ് അന്ന് അവനുണ്ടായി.
തൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്നും ആ അമ്മയോടുള്ള കടപ്പാട് തീർക്കേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സേവിച്ചുകൊണ്ടാണെന്നും അവൻ ഉറപ്പിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾ ആ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ മാറ്റങ്ങളുടേതായിരുന്നു. മോഹന്റെ നിർദ്ദേശപ്രകാരം കസ്തൂരിദേവിയുടെ തകർന്നു വീഴാറായ കുടിലിന്റെ സ്ഥാനത്ത് ഒരു പുതിയ വീടിന്റെ പണി ദ്രുതഗതിയിൽ ആരംഭിച്ചു. പക്ഷേ അതൊരു സാധാരണ വീടായിരുന്നില്ല. മോഹൻ എഞ്ചിനീയർമാർക്ക് നൽകിയ നിർദ്ദേശം വ്യക്തമായിരുന്നു. ഈ വീട് കേവലം ഇഷ്ടികയും സിമന്റും കൊണ്ടുള്ള ഒന്നാക്കരുത്. ഇതിൽ എൻ്റെ അമ്മയ്ക്ക് സമാധാനമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം. നല്ലൊരു അടുക്കള, ശുചിമുറി, വൈദ്യുതി, ശുദ്ധജലം എന്നിവ ഉറപ്പാക്കണം. വീടിൻ്റെ പണി നടക്കുമ്പോൾ മോഹൻ ഇടയ്ക്കിടെ ഗ്രാമത്തിൽ എത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ വരുന്നത് ഒരു വിരുന്നുകാരനായല്ല, മറിച്ച് ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കാനായിരുന്നു. ഗ്രാമത്തിലെ സ്കൂൾ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചു. ഗ്രാമത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും ലഭ്യമാക്കി. വർഷങ്ങളായി വെളിച്ചം കാണാത്ത വഴികളിൽ തെരുവു വിളക്കുകൾ തെളിഞ്ഞു. കസ്തൂരി ദേവിയുടെ മകൻ എന്ന നിലയിൽ ഗ്രാമവാസികൾ അവനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നോക്കി. പലരും അവനോട് ചോദിച്ചു, സാറിന് അമ്മയെ നഗരത്തിലെ വലിയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയിക്കൂടെ? അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ. മോഹൻ തൻ്റെ അമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ കസ്തൂരി ദേവി മറുപടി നൽകിയത് പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു. മോഹൻ, നിന്റെ ബംഗ്ലാവ് എനിക്ക് വലിയൊരു കൊട്ടാരമായിരിക്കാം, പക്ഷേ എൻ്റെ ശ്വാസം ഈ മണ്ണിലാണ്. നിന്റെ അച്ഛൻ മരിച്ചതും നീ ജനിച്ചതും ഈ മണ്ണിലാണ്. എനിക്ക് ബാക്കിയുള്ള കാലം ഇവിടുത്തെ മനുഷ്യരുടെ കൂടെ കഴിയണം. അമ്മയുടെ ആഗ്രഹത്തെ മാനിച്ച മോഹൻ അവർക്കായി ആ ഗ്രാമത്തിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ദിവസം ഗ്രാമം മുഴുവൻ അവിടെ ഒത്തുകൂടി. 10 വർഷം മുമ്പ് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കസ്തൂരി ദേവി ഇന്ന് ആ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയാണ്. പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ മോഹൻ ഒരു കലക്ടറുടെ വേഷത്തിലല്ല, മറിച്ച് മുണ്ടും ഷർട്ടും ധരിച്ച് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരനായി അമ്മയുടെ കൂടെ നിന്നു. അമ്മ പുതിയ വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ മോഹൻ്റെ ഉള്ളിൽ നിറഞ്ഞത് വാക്കുകൾക്ക് അതീതമായ സംതൃപ്തിയായിരുന്നു. താൻ ഒരു DM ആയത് തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് അവൻ ആ ചടങ്ങിൽ വെച്ച് പറഞ്ഞു. എൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനത്തെത്താൻ വാശിയുണ്ടായത്. ഇവിടുത്തെ ഓരോ അമ്മയുടെയും മുഖത്ത് ഈ പുഞ്ചിരി കാണുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. മോഹൻ്റെ വാക്കുകൾ കേട്ട് ഗ്രാമവാസികളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗ്രാമത്തിലെ മറ്റ് വൃദ്ധജനങ്ങൾക്കും കൃത്യമായി പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പുവരുത്തി. ഭരണകൂടം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് തങ്ങളെ സഹായിക്കേണ്ട ഒന്നാണെന്ന് ആ ഗ്രാമവാസികൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. കസ്തൂരി ദേവിയുടെ ആ കൊച്ചു വീട് ഇന്ന് ആ ഗ്രാമത്തിൻ്റെ തന്നെ അഭിമാനമായി മാറി. കാലം അതിൻ്റെ പ്രയാണം തുടർന്നു. മോഹൻ്റെ സേവന കാലാവധി ആ ജില്ലയിൽ അവസാനിക്കാറായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു വലിയ നഗരത്തിലേക്ക് സ്ഥാനക്കയറ്റത്തോടെ മാറ്റം ലഭിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ഗ്രാമവാസികൾക്ക് വല്ലാത്ത വിഷമം തോന്നി. തങ്ങളുടെ കഷ്ടപ്പാടുകൾ കേൾക്കാനും അത് പരിഹരിക്കാനും കൂടെ നിന്ന ഒരു മകനെയാണ് അവർക്ക് നഷ്ടമാകുന്നത്. യാത്ര തിരിക്കുന്നതിന് മുൻപ് മോഹൻ തൻ്റെ അമ്മയെ കാണാനായി ഗ്രാമത്തിലെത്തി. പുതിയ വീടിൻ്റെ ഉമ്മറത്ത് ശാന്തമായി ഇരിക്കുകയായിരുന്നു കസ്തൂരി ദേവി. 10 വർഷം മുമ്പ് ആ മുഖത്തുണ്ടായിരുന്ന ആകുലതകളും വേദനകളും ഇന്ന് മാഞ്ഞു പോയിരിക്കുന്നു. പകരം ഒരു വലിയ സംതൃപ്തി ആ മുഖത്ത് പ്രകാശിച്ചിരുന്നു. മോഹൻ അമ്മയുടെ അരികിലിരുന്നു. അമ്മേ, എനിക്ക് പോകാൻ സമയമായി. പുതിയൊരു സ്ഥലത്തേക്കാണ് നിയമനം. അമ്മ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് അവൻ അവസാനമായി ഒരിക്കൽ കൂടി ചോദിച്ചു. കസ്തൂരി ദേവി അവൻ്റെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോഹൻ, നീ നിന്റെ കടമകൾ നിർവഹിക്കാൻ പോകൂ. എൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും. ഒരു വലിയ ഓഫീസർ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നീ ഒരു നല്ല മനുഷ്യനായതിലാണ് എനിക്ക് അഭിമാനം. നീ എവിടെയായിരുന്നാലും പാവപ്പെട്ടവൻ്റെ സങ്കടം കേൾക്കാൻ മറക്കരുത്. അമ്മയുടെ ആ വാക്കുകൾ ഒരു വലിയ പാഠമായി മോഹൻ ഉള്ളിൽ സ്വീകരിച്ചു. ഗ്രാമവാസികൾ മോഹന് വലിയൊരു യാത്രയയപ്പ് നൽകി. പലരും കരയുന്നുണ്ടായിരുന്നു. മോഹൻ ആ ഗ്രാമത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ ഒരിക്കൽ കൂടി തിരഞ്ഞു നോക്കി. അവിടെ തൻ്റെ അമ്മ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച അവൻ്റെ കണ്ണുകളെ ഈറണിയിച്ചു. 10 വർഷം മുൻപ് ഇതേ വഴിയിലൂടെ ഓടിപ്പോയ ആ ബാലനല്ല ഇന്ന് ഞാൻ. തൻ്റെ വേരുകൾ എവിടെയാണെന്നും തൻ്റെ ശക്തി എവിടെയാണെന്നും അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജില്ല ഭരിക്കുന്ന DM എന്നതിനേക്കാൾ വലിയ പദവി തൻ്റെ അമ്മയുടെ മകൻ എന്നതാണ് അവൻ മനസ്സിലാക്കി. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്.
ജീവിതത്തിൽ എത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറക്കരുത്. നമ്മുടെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു പക്ഷേ ആ അമ്മയുടെ കണ്ണുനീരും പട്ടിണിയും പ്രാർത്ഥനയും ഉണ്ടാകും. മോഹൻ ഒരു കളക്ടറായി മടങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ കസ്തൂരി ദേവി ആ തകർന്ന കുടിലിൽ ആരും അറിയാതെ മരിച്ചു പോകുമായിരുന്നു. പക്ഷേ അവൻ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു മടങ്ങി വന്നപ്പോൾ ആ അമ്മയ്ക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമാണ്. ഓർക്കുക, അധികാരവും പണവും പദവിയും താൽക്കാലികമാണ്. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹവും അവർക്ക് നൽകുന്ന സമാധാനവും ശാശ്വതമാണ്. വിജയത്തിൻ്റെ ഉച്ചിയിൽ നിൽക്കുമ്പോഴും സ്വന്തം മണ്ണിലേക്കും മാതാപിതാക്കളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയണം. കസ്തൂരി ദേവിയുടെ പുഞ്ചിരി ഒരു വിജയത്തിൻ്റെ മാത്രം അടയാളമല്ല, മറിച്ച് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വലിയൊരു പാഠമാണ്. ഈ കഥ കേൾക്കുന്ന ഓരോ മകനും മകളും തങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിലെ തിളക്കം നിലനിർത്താൻ ശ്രമിക്കുമെങ്കിൽ അവിടെയാണ് ഈ കഥയുടെ യഥാർത്ഥ വിജയം.